1971 വീരനായിക എന്നൊക്കെയാണ് നമ്മൾ ഇന്ദിരാഗാന്ധിയെ പറയുന്നത്. അമേരിക്കയെ വെല്ലുവിളിച്ച പ്രധാനമന്ത്രി എന്നൊക്കെ ഇന്ദിരാഗാന്ധിയോടൊപ്പം വ്യാജ കഥകൾ ചേർത്ത് വെച്ച് PR ചെയ്യാറുണ്ട്. ഇന്ദിരാഗാന്ധിയെ വീരനായിക എന്ന് വിളിക്കുമ്പോൾ പാകിസ്ഥാൻ പാർലമെന്റിൽ ആസിഫ് അലി സർദാരി പറഞ്ഞ വാക്കുകൾ നമ്മൾ കേൾക്കണം. 93,000 പാകിസ്ഥാനി സൈനികർ ഇന്ത്യൻ സൈന്യത്തിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഇന്ത്യ തർപ്പാക്കറ എന്ന 20,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള സിന്ധിയിലെ ഒരു ജില്ല പിടിച്ചെടുത്തു. മുസാഫാബാദിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തി. ഷിംലയിൽ വെച്ച് ഇന്ദിരാഗാന്ധി ബേനസീർ ഭൂട്ടോയോട് പറഞ്ഞു, കാശ്മീർ ഞങ്ങൾക്ക് തരൂ, നിങ്ങളുടെ സൈനികരെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഭൂട്ടോ അത് വിസമ്മതിച്ചു. 93,000 സൈനികരെ നിങ്ങൾ സൂക്ഷിച്ചോളൂ, കാശ്മീർ ഞങ്ങൾ വിട്ടുതരില്ല. പിന്നീട് ഭൂട്ടോ ബേനസീറിനോട് പറഞ്ഞു, ഇന്ത്യയുടെ നട്ടലൊടിഞ്ഞിരിക്കുന്നു, അവർക്ക് നമ്മുടെ 93,000 സൈനികരെ പോറ്റാൻ കഴിയില്ല. പാമ്പിന്റെ വായിൽ ഒരു കഴുത കുടുങ്ങിയതുപോലെ ഇന്ദിരാഗാന്ധിയെ താൻ കുടുക്കിയിരിക്കുന്നു. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരുന്നു എന്നറിയാമോ? 93,000 സൈനികരെ ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ തിരികെ നൽകി. 56 ഇന്ത്യൻ സൈനികരെ പാക് ജയിലിൽ ഇന്ദിരാഗാന്ധി ഉപേക്ഷിച്ചു. 98% ഹിന്ദു ജനസംഖ്യ ഉണ്ടായിട്ടും തർപ്പാക്കറെ പാകിസ്ഥാന് വിട്ടു നൽകി. കാശ്മീർ ലഭിച്ചില്ല. അന്നത്തെ കരസേനാ മേധാവി ഇതിനെക്കുറിച്ച് കുറിച്ചത് ഇങ്ങനെയാണ്: യുദ്ധക്കളത്തിൽ നമ്മൾ ജയിച്ചു, പക്ഷേ രാഷ്ട്രീയക്കാർ അത് മേശപ്പുറത്ത് വെച്ച് തോറ്റു. ആ രാഷ്ട്രീയക്കാരി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇരുമ്പ് വനിത എന്നൊക്കെ വിളിക്കുന്ന ആളുടെ സത്യം ഇതാണ്.